നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ശങ്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ പോപ്കോൺ കഴിക്കുക പതിവാണ്. സിനിമ കഴിഞ്ഞ ശേഷം ഈ പോപ്കോൺ ടബുകൾ നമ്മളവിടെ ഉപേക്ഷിക്കാറാണ് പതിവ്. എന്നാൽ ഒരിക്കൽ ഇതേ ടബ് എടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇതേപോലെയുള്ള ക്രാഫ്റ്റ് വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സായിട്ട് നമുക്കതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇതിപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ കയറ് ഞാൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയലാണോ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ചുറ്റി ഈ ബോട്ടിലിന് ചുറ്റിനും ചുറ്റി എടുക്കാൻ വേണ്ടി സാധിക്കും. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമ്മൾ മുഴുവൻ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഒട്ടിച്ചു കൊടുത്താൽ തന്നെ എല്ലാം വളരെ നീറ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഇതേപോലെ സൈഡിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന റിബൺസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് വശമൊക്കെ നല്ല ഫിനിഷിങ്ങിലേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് റിബൺ വെച്ച് പിടിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും റിബൺ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഏത് മെറ്റീരിയലാണോ ഉള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ബീഡ്സിൻ്റെ ഇത് വൺ സൈഡഡ് ബീഡ്സ്, അതായത് ഒരു സൈഡ് കട്ട് ചെയ്ത പോലത്തെ ബീഡ്സ് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ കിട്ടും. അത്രയുള്ള ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഷേപ്പ് മാറി കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതുപോലെയുള്ള സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യത്യസ്തതയുള്ള ഒരു ബോക്സായിട്ട് ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ഇഷ്ടമനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾക്കിതിനെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതൊക്കെയായിരുന്നു, അത് വെച്ചിട്ട് യൂസ് ചെയ്തതേ ഉള്ളൂ. എനിവേ ഇതിൻ്റെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തായിട്ടും കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചു. എനിവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.